വയനാട് മേപ്പാടിയിലെ റിസോർട്ടിൽ ടെന്റ് തകർന്ന് മലപ്പുറം സ്വദേശി നിഷ്മ മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. തന്റെ മകൾക്ക് മാത്രമാണ് അപകടം സംഭവിച്ചതെന്നും കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് ആർക്കും പരിക്കില്ലാത്തത് സംശയാസ്പദമാണെന്നും നിഷ്മയുടെ അമ്മ ജസീല ആരോപിക്കുന്നു. സുരക്ഷിതമല്ലാത്ത ഹട്ടിൽ താമസിക്കാൻ അനുമതി ഉണ്ടായിരുന്നു എന്നും അവർ ചോദിച്ചു. ഫ്രണ്ട്സുകൾക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾക്ക് മാത്രമാണ് അപകടം ഉണ്ടായത്. കൂടെയുള്ളവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾക്ക് മാത്രമാണ് എന്ത് സംഭവിച്ചത്. ലാസ്റ്റ് ഒരു കറക്റ്റ് സമയമില്ല, രാത്രി ഒരു കിടക്കുന്നതിന് മുമ്പ് വിളിച്ചിരുന്നു. ഒരു 10 മണിയായോ ഒന്നും അറിയുന്നില്ല, കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ സമയത്ത് വിളിച്ചപ്പോൾ റേഞ്ച് കിട്ടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ റേഞ്ച് കിട്ടില്ല. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ട്രൈ ചെയ്തു, സംസാരിക്കാൻ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞു. നല്ല ഹാപ്പി ആയിരുന്നു, നല്ല ഹാപ്പി ആയിട്ടാണ് അവൾ പോയത്. പോകുമ്പോൾ തന്നെ അവിടെ തന്നെ 2-3 പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചു. ഒരു വട്ടം ഉച്ചൻ്റെ കുറച്ച് മുമ്പ് ഞങ്ങൾ പുറപ്പെടുകയാണ്, ഞാൻ ഒരു ട്രിപ്പ് പോവാണ്, ഫ്രണ്ട്സുകളുടെ കൂടെ പോവാന്ന് പറഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് ഞാൻ വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞു. നല്ല ഹാപ്പിയില്ല നമ്മൾ പോയത്, നല്ല സന്തോഷമായിരുന്നു. നാളെ രാവിലെ തിരിച്ചു വരും, വർക്കുള്ളതാണ് നമുക്ക്, അപ്പം വർക്കുള്ളതാണ്, പെട്ടെന്ന് രാവിലെ തിരിച്ചു വരും. കഴിഞ്ഞ ദിവസമാണ് 900 കണ്ടിയിലെ 900 റേഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെന്റ് തകർന്നു വീണ് നിഷ്മ മരിച്ചത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെന്റാണ് തകർന്നത്. മഴ പെയ്ത് മേൽക്കൂരയ്ക്ക് ഭാരം കൂടിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ അപകടത്തിന്റെ കാരണം വ്യക്തമായി അറിയണമെന്നും നീതി ലഭിക്കണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. യാത്രയ്ക്ക് ശേഷം 3 തവണ നിഷ്മ വിളിച്ചിരുന്നതായും പിന്നീട് വിളിച്ചപ്പോൾ റേഞ്ച് ഇല്ലായിരുന്നുവെന്നും കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തണമെന്നും കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത്. സീ മലയാളം ന്യൂസ്, മലപ്പുറം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.